ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്താണോ പ്രതീക്ഷിച്ചു പോയത് അതല്ല ഈ ഒരു സിനിമയ്ക്കകത്ത് തന്നത്. കാരണം നമ്മളൊരു ടൈം ട്രാവൽ സാധനം, ഒരു സയൻസ് ഫിക്ഷനൊക്കെയാണ് പ്രതീക്ഷിച്ചു പോയത്. ഇതിൻ്റെ ക്ലൈമാക്സ് ടൈലൻഡിൽ അതിനെപ്പറ്റിയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ഫുള്ളിൽ അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല. സയൻസ് ഫിക്ഷനോ ടൈം ട്രാവൽ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒരു എബോവ് ആവറേജ് സിനിമയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ സിനിമയാണ്. കാരണം ഇത് വിജയുടെ സിനിമ ആയതുകൊണ്ട്, വിജയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം ബോറടിക്കാതെ പോയ കുറേ സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു വലിച്ചു നീടൽ. കാരണം ഏകദേശം 3 മണിക്കൂറോളം ഉണ്ട് സിനിമ. ഒരുപാട് ട്വിസ്റ്റുകൾ. വെങ്കട് പ്രഭു സിനിമയാണ്, നമുക്കറിയാം. ട്വിസ്റ്റുകൾ കൊണ്ടാണ് പുള്ളി കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു സിനിമയിലും കുറേയധികം ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. ഒരു യൂഷ്വൽ വിജയ് സിനിമ തുടങ്ങുന്നത് പോലെ തന്നെ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോറിയിലേക്ക് വന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ആ ഒരു ഇൻ്റർവൽ സീക്വൻസിലുള്ള ഒരു ട്വിസ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെ വന്ന ട്വിസ്റ്റുകളും കാര്യങ്ങളും, ആ ഒരു പ്ലോട്ടിലുണ്ടായ മാറ്റങ്ങളും ചേഞ്ചസും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട നെഗറ്റീവ് എനിക്ക് പോരായ്മയായിട്ട് തോന്നുന്നത്, എനിക്ക് മാത്രമല്ല ഇത് കണ്ട ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിജയുടെ ആ ഒരു ഏജുള്ള ലുക്കും പിന്നെ ആ ഒരു മകനായിട്ടുള്ള ലുക്കും, അത് രണ്ടും AI വെച്ചിട്ടാണ് ചെയ്തത്. അത് രണ്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ AI വെച്ചാണ് ചെയ്തത്, ഏജ് കുറച്ച് കാണിക്കാനായിട്ടാണ്. അപ്പം ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ആ ഒരു ഫേസിൽ ഫീലിങ്സ് നമുക്ക് അങ്ങോട്ട് കൺവേ ആവുന്നില്ല എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഭയങ്കര ചെറുപ്പമായിട്ടുള്ള വിജയ് കാണിക്കുന്നുണ്ട്. അതൊക്കെ അത് ഫോട്ടോയിൽ കാണാൻ നല്ലതാണ്. പക്ഷേ ഡയലോഗ് പറയുന്ന സമയത്ത് എന്തോ ഒരു ഗ്ലിച്ച് ആവുന്ന ഫീലൊക്കെ എനിക്ക് അതിനകത്ത് തോന്നി. അത് വേണ്ടായിരുന്നു, ആ ഒരു AI വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പം. ഇപ്പം നമ്മൾ അവതാർ പോലുള്ള വലിയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ അത്രയും സെറ്റപ്പിലൊന്നും ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. ആ ഒരു വിജയുടെ ലുക്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ വന്നേ. പ്രത്യേകിച്ച് ആ ഒരു താടി പോകുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു പോരായ്മകൾ എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലോട്ട് ട്വിസ്റ്റുകൾ, ക്യാരക്ടർ ഡെത്തുകൾ ഒക്കെ ഒരുപാടുള്ളൊരു സിനിമയാണ്. ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് പുള്ളി വെങ്കട് പ്രഭു എനിക്ക് തോന്നുന്നു കുറേയധികം ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് എഴുതിയതുപോലെയാണ്. കാരണം ഒരുപാട് ഹോളിവുഡ് സിനിമകളിലുള്ള സാധനങ്ങൾ കാണിക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് കാണുന്ന സമയത്ത് അതിനൊരു ഇന്ത്യൻ വേർഷനായിട്ട് കാണിക്കുന്നു. പിന്നെ വിജയുടെ റെഫറൻസുകൾ, വിജയുടെ പേഴ്സണൽ ലൈഫിലും കരിയറിലും ഒക്കെ ഉണ്ടായ കുറേയധികം റെഫറൻസുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിനകത്തൊരു ക്യാമിയോ, ഒരു പർട്ടിക്കുലർ ക്യാമിയോ ഉണ്ട്, അത് ഭയങ്കര രസകരമായിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വന്നത് ഇതിൻ്റെ ടെയിലൻ്റാണ്. ടെയിലൻഡിൽ അത് വേണ്ടായിരുന്നു, ആ ഒരു ടെയിലൻ്റ് അങ്ങനെ വെക്കണം. അതായത് അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സയൻസ് ഫിക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വേണ്ടായിരുന്നു എന്നെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. ഇത്രയും നേരം നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമയല്ല കണ്ടത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു സീനിൽ കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനൊരു സിനിമയാക്കി മാറ്റുന്നു കാണുമ്പോൾ നമുക്കെന്തോ ഒരു വല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. ആസ് എ വിജയ് ഫാൻ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സിനിമയായിട്ട് ഫീൽ ചെയ്യും. നമ്മളല്ലാതെ ഇപ്പം ഭയങ്കര രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും പോകാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ലോജിക്കൽ റീസൺസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അങ്ങനെ പോകാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയുടെ സ്റ്റോറി വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അഭിനയം കാര്യങ്ങളും, അതായത് കുറേയധികം നമ്മളുടെ ഒരു 90s കിഡ്സിനൊക്കെ ചൈൽഡ്ഹുഡിൽ കണ്ടിട്ടുള്ള നമ്മളുടെ ഹീറോസും ഹീറോയിൻസും ഒക്കെ ഈ ഒരു സിനിമയിൽ അവരൊക്കെ അവരുടേതായ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വില്ലൻ ട്വിസ്റ്റ് സാധനമുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കഥ എങ്ങനെ പോകുന്നു, എങ്ങനെ ഇതിനെ അവസാനിപ്പിക്കുന്നു നമ്മളിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഇതിനെ കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ളൊരു സാധനം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്ലൈമാക്സിലെ ഫൈറ്റ് കുറച്ച് നീണ്ടുപോയി എന്നെനിക്കൊരു ഫീലുണ്ട്. പേഴ്സണലി എനിക്കൊരു ഫീലുണ്ട്. അത് ഇച്ചിരി വലിച്ചു നീട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫേ കുറച്ച് വലിച്ചു നീട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീരുന്ന പോലെ തോന്നും. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് കുറച്ച് വലിച്ചു നീട്ടുപോലെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു VFX സാധനങ്ങളൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിനിമയ്ക്ക് കുറച്ചും കൂടെ ഒരു സോൾ വന്നേനെ എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ട്. ഇതിന് നിങ്ങൾക്ക് എങ്ങനെയാണിത് കണ്ട സമയത്ത് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് ഒരു ഓക്കെ സിനിമ എന്നതിൽ അപ്പുറം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന പോലെ ഗ്രേറ്റസ്റ്റ് സിനിമ എന്നൊന്നും ഞാൻ പറയില്ല. അത്രയ്ക്കൊന്നും ഫീൽ ചെയ്യാനായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി നമ്മൾ ഒരു വിജയ് ഫാൻ കാണുന്ന സമയത്ത് വിജയ് ഫാനിന് വേണ്ട സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതിന് വേണ്ട ഒരു റെഫറൻസ്, വിജയുടെ പേഴ്സണൽ ലൈഫ്, കരിയർ ലൈഫ് കാര്യങ്ങളെല്ലാം കാണിച്ചു പോകുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെ എന്തൊക്കെയോ മിസ്സിങ്, അതായത് നല്ല സ്റ്റോറി ആയിരുന്നു, പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് എലമെൻറ്റ്സ് ഉള്ളതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. ആദ്യമായിട്ടൊരു വിജയ് സിനിമ ഇറങ്ങിയിട്ട് തിയേറ്ററുകളിലൊക്കെ സീറ്റുകൾ ഭയങ്കര കാര്യമായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന്
ബാക്കിയുള്ള ഷോസ് മാറ്റിനി ന്യൂൺ ഷോയ്ക്കൊക്കെ ഒരുപാട് സീറ്റ് കിടക്കുന്നൊരു ഫീൽ എനിക്ക് ഇത് ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, വേണ്ടത്ര പ്രൊമോഷൻ ഈ ഒരു സിനിമയ്ക്ക് ഇല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് അവരങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും സിനിമ പോയി കണ്ടു നോക്കുക. ഒരു വട്ടം കാണാനുള്ളൊരു സിനിമ, ഒരു 1 ടൈം വാച്ചബിൾ സിനിമയായിട്ടൊക്കെ കാണാൻ പറ്റുന്ന റിപ്പീറ്റബിൾ വാല്യൂ, അതായത് ഇപ്പോൾ നമ്മൾ ലിയോ പോലെയോ അല്ലെങ്കിൽ തുപ്പാക്കി പോലും റിപ്പീറ്റബിൾ വാല്യൂ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പ്രത്യേകിച്ച് ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ നെഗറ്റീവ് സൈഡിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. എനിക്ക് ആ ലുക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആദ്യം കാണിക്കുന്ന വിജയുടെ ഭയങ്കര കിടൽ ലുക്കാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രായമായി കഴിഞ്ഞിട്ടുള്ളത് എന്തൊക്കെയോ മിസ്സിങ് ഫീല്. പിന്നെ അവർ എങ്ങർ വിജയുടെ മൊത്തത്തിൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം ഇതാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൻ്റെ ആ ഒരു റിവ്യൂ. ഇതിൻ്റെ 2ാം ഭാഗം ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് അവിടെ വെച്ചു. ഇനി അതൊരു സെക്കൻഡ് പാർട്ട് എടുത്ത് അത് കുളമാക്കരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഈ ഒരു സിനിമയെ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇനിയൊരു സെക്കൻഡ് പാർട്ട് കഥയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര മറ്റേ ഏച്ച് കെട്ടായി പോകുന്നൊരു ഫീലായിരിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ടേലൻറ്റ് കൊട്ടു നിർത്തിയിരിക്കുന്ന സാധനം വെച്ചിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ ഹോളിവുഡ് സിനിമകൾ എല്ലാവരും കാണുന്നുണ്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് കുറേയധികം ഹോളിവുഡ് സിനിമകളുടെ ഇതൊക്കെ എടുത്തിട്ടാണല്ലോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് വേണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയെല്ലാം കൊണ്ടും നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക, കണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.